പ്രൈസ് ദ ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ 163ാമത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നിട്ടുള്ള ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ദൈവദാസിദാസന്മാർ, ദൈവമക്കൾ, ഓൺലൈനിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ ദൈവസൃഷ്ടിയെ കടന്നിട്ടുള്ളത് പാസ്റ്റർ ഷാജി ജോൺ ആണ്. പ്രിയ ദേവദാസിനെ ഓർത്ത് ഞാൻ ദൈവം സ്തുതിക്കുന്നു. പ്രിയ ദേവദാസൻ കടന്നതിന് മുമ്പേ നിന്നുമാണ്. ഞങ്ങളുടെ ഇളയ ക്ഷണം സ്വീകരിച്ച് വന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ പേരുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം ഓൺലൈനിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും സൂം പ്ലാറ്റ്ഫോമിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി തീർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ ദേവദാസിനെ വളരെ സ്നേഹത്തോടും ആദരവും കൂടി ഈ പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയോട് ദിവസത്തിന്റെ പാദപീഠത്തിലായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമേറിയ നാമത്തിൽ ഞാൻ എൻ്റെ വന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഈ സമയത്ത് വിവിധ ടൈം സോണിൽ നമ്മളായിരിക്കുന്നു, പല രാജ്യങ്ങളിലും സ്ഥലങ്ങളിലൊക്കെ. എങ്കിലും കർത്താവിനെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇങ്ങനെ ഒരു അവസരം ഭൂമിയുടെ മുഖത്ത് ഒരുക്കിയതോർത്ത് സകല മാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ഈ ഓൺലൈൻ പ്രയർ ഫെലോഷിപ്പിനെ ഓർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഇന്നവരുടെ 163ാമത്തെ ഇന്റർനാഷണൽ ഓൺലൈൻ ഫെലോഷിപ്പ് ആണല്ലോ. ഈ ഗാഡ് ഈസ് ലവ് എന്ന ഈ പ്രവർത്തനത്തെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ ഇതിന് നേതൃത്വം കൊടുക്കുന്നതായ പ്രിയപ്പെട്ട സിജിയോർത്ത് സ്തോത്രം ചെയ്യുന്നു. അവരുടെ ഹസ്ബൻഡ് പ്രിയപ്പെട്ട ദേവദാസൻ ഡെന്നി ഓർത്ത് സ്തോത്രം, ദാനം കൊടുത്ത മകൾ പൈതലിനെ ഓർക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചവരുടെ മാതാവിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഗാനം ഇവിടെ ആലപിച്ച പ്രിയപ്പെട്ട ജസ്വിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഈ ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിരുകളില്ലാത്ത, ലിമിറ്റില്ലാത്ത ദൈവത്തിന്റെ സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ കൂട്ടായ്മയാണല്ലോ ഇത്. ഇതിന് ചുമൽ കൊടുക്കുവാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരെ കുടുംബമായി പ്രിയ ഡെന്നി സിജിയൊക്കെ ദൈവം അവിടുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. ദൈവം ധാരാളമായി അവരെ അനുഗ്രഹിക്കട്ടെ, സ്വർഗീയ കൃപ കൊണ്ട് അവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ തക്കവണ്ണം ഞാനും തുടർന്ന് നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇവിടെ മുംബൈയിൽ നിന്നും ഒരു സഹോദരനോട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിവിധ സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കുന്നു കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുംബൈയിൽ ഇവിടെ ഓർപ്പിച്ചതുപോലെ താനെയിൽ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനായിട്ട് താനയ്ക്ക് അടുത്തുള്ള മാൻപാട് എന്ന സ്ഥലത്ത് ഞാൻ ആയിരിക്കുന്നു. അവിടെ ശുശ്രൂഷയിലായിരിക്കുന്നു. വളരെ ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ വേലയിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിപ്പാൻ കർത്താവ് സഹായിച്ചു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ബോംബെയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ ശുശ്രൂഷയുടെ ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയെ തുടർന്നും ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. മൂത്ത മകൾ 2 പെൺകുട്ടികളാണ്. മൂത്ത മകളുടെ വിവാഹം കഴിഞ്ഞവര് ഇപ്പോൾ ഹൈദരാബാദിൽ ജോലിയുള്ള ബന്ധത്തിലായിരിക്കുന്നു. 2ാമത്തെ മകൾക്കും ഇവിടെ മുംബൈയിൽ തന്നെ ജോലിയുണ്ട്. അങ്ങനെ കുടുംബമായും ദൈവം ഞങ്ങളെ പരിപാലിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും ദൈവകൽപ്പനകളൊക്കെ അനുസരിപ്പാൻ തക്കവണ്ണം ദൈവം ഭാഗ്യമൊരുക്കി. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ, യൗവനത്തിന്റെ ആരംഭദശയിൽ തന്നെ ദൈവവചന പഠനത്തിന് വേണ്ടി പോകുവാനും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. അന്ന് മുതൽ ഇന്ന് വരെയും കഴിഞ്ഞ 3 ദശാബ്ദത്തിലേറെയായി ഈ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം അത്രത്തോളം സഹായിച്ചു, അനുഗ്രഹിച്ചു. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് ഒരാഴ്ചയായി കാണത്തേ ഉള്ളൂ പ്രിയ സിജിയെ ഞാൻ പരിചയപ്പെട്ടിട്ട്. നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പം ഓൺലൈൻ വഴി മുഖം കാണുന്നു. അപ്പോൾ എന്നെ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് ഫോൺ ചെയ്തിട്ട് സംസാരിക്കുന്നു.
എന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നൊരു മീറ്റിംഗ്, ഇന്നത്തെ ഈ മീറ്റിംഗിൽ സംസാരിക്കണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാം, പെട്ടെന്ന് ചോദിച്ചു. എന്നാലും പറഞ്ഞു എനിക്ക് അറിയത്തൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ ഈ ഫേസ്ബുക്ക് വഴിയൊക്കെ ഒന്ന് കണ്ടു, അങ്ങനെ പാസ്റ്ററാന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിളിച്ചതാണ്. സ്തോത്രം. അപ്പോൾ നമ്മളൊക്കെ മുൻപേ അപരിചിതരായിരുന്നുവെങ്കിലും ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മളെ ഒന്നാക്കി തീർത്തു. ഇന്ന് നമ്മൾ ഒരു കുടുംബത്തിന്റെ അവകാശിയാണ്. പ്രൈസ് ദി ലോർഡ്. വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ആയിരിക്കുന്നുവെങ്കിലും നമ്മൾ ആരും പരസ്പരം കണ്ടിട്ടില്ല എങ്കിലും ക്രിസ്തുവിന്റെ ആത്മാവിൽ നമ്മൾ ഇന്ന് ബന്ധിപ്പിച്ചിരിക്കും. അവന്റെ കൃപയ്ക്കായി സ്തോത്രം. സമയങ്ങൾ വളരെ മുന്നോട്ട് കടന്നു പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ടൈം തന്നിട്ടുണ്ട്. ആ സമയപരിമിതിക്കുള്ളിൽ എന്നെ ഏൽപ്പിച്ചതായ ദൈവവചനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത് ഇവിടെ ഇരിക്കുവാൻ കർത്താവ് ശരണപ്പെടുന്നു. ഒരു വാക്യം ഞാൻ ഇവിടെ വായിക്കുന്നു. ഉത്തമഗീതത്തിലെ 2-ാമത്തെ അധ്യായം, സോങ് ഓഫ് സോങ് ചാപ്റ്റർ 2 വേഴ്സ് 14, 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇവിടെ നല്ല ഗാനങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദൈവവചന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഒരു പാട്ടിന്റെ ചില അടികൾ ചരണങ്ങൾ പാടി ഈ ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒത്തിരി പഴഞ്ചനായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഒത്തിരി പഴയ പാട്ടുകളാണ് എനിക്കിഷ്ടം. ഭക്തനായിരിക്കുന്ന KV സൈമന്റെ മനോഹരമായ ഒരു ഗാനത്തിന്റെ 1-2 ഈരടികൾ പാടും. വഞ്ചിതമരുളിടും വാനവർക്കധീവ നീ വന്നിടുക, വരം തന്നിടുക. വഞ്ചിതമരുളിടും വാനവർക്കധീവ നീ വന്നിടുക, വരം തന്നിടുക. തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ, തഞ്ചമടിയാർക്കു നീ എന്നറിഞ്ഞടിയങ്ങൾ. അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ, അഞ്ചിടാതെ പരം കെഞ്ചിടുന്നേ. മുൾപടർപ്പിനുമേൽ കെൽപ്പോടമർന്നൊരു ചിൽപ്പൊരുളേതയാ തൽപരനേ. മുൾപടർപ്പിനുമേൽ കെൽപ്പാടമർന്നൊരു ചിൽപ്പൊരുളേതയാ തൽപരനേ. ദർഭമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി, ദർഭമെല്ലാം നീക്കി ഉൾക്കലഹം പോക്കി. സൽപദമടിയാർക്കു കാട്ടുക നീ, സൽപദമടിയാർക്കു കാട്ടുക നീ. വാഞ്ചിതമരുളിടും വാനവർക്കധീവ നീ വന്നിടുക, വരം തന്നിടുക. ആത്മവിശപ്പു ദാഹമേറ്റമരുൾക ദേവ, തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. ആത്മവിശപ്പു ദാഹമേറ്റമരുൾക ദേവ, തൃപ്തരായടിയങ്ങൾ തീർന്നിടുവാൻ. സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതു വിധം, സൂക്ഷ്മമാം തിരുമൊഴി കേട്ടറിഞ്ഞതു വിധം. ശുദ്ധിയായി ജീവിപ്പാറാകണമേ, ശുദ്ധിയായി ജീവിപ്പാർ ആകണമേ. വാഞ്ചിതമരുളിടും വാനവർക്കധീവ നീ വന്നിടുക, വരം തന്നിടുക. വാഞ്ചിതമരുളിടും വാനവർക്കധീവ നീ വന്നിടുക, വരം തന്നിടുക. പ്രൈസ് ദി ലോർഡ്. പാട്ട് ഒത്തിരി ഉണ്ട്,
പാടി ഇങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും എൻ്റെ മുമ്പിലും നിങ്ങളുടെ മുമ്പിലും സമയമില്ലാത്തത് കൊണ്ട് തിരുവചനത്തിലേക്ക് ഞാൻ കിടക്കുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട്, ചില ആഴ്ചകളായിട്ട് ഞാൻ യഥാർത്ഥത്തിൽ ബെഡ് റെസ്റ്റിലൂടെയാണ്. കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ നാട്ടിലേക്കുള്ള യാത്രയിൽ എനിക്കൊരു ഹാർട്ട് അറ്റാക്ക് വരികയും 2 ദിവസം ആ വേദന സഹിച്ചുകൊണ്ട് നാട്ടിൽ എത്തുകയും ട്രെയിനിൽ എത്തുകയും പിന്നീട് ഹോസ്പിറ്റലിലൊക്കെ പോയി ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്ന മനസ്സിലൊക്കെ ചെയ്തു, എൻജിയോപ്ലാസ്റ്റി ഒക്കെ ചെയ്തു. ചില ദിവസങ്ങളായിട്ടൊക്കെ ഇങ്ങനെ വിശ്രമത്തിലാണ്. സഭയുടെ മറ്റ് ഞായറാഴ്ച വെച്ച് ബാക്കിയുള്ള മീറ്റിങ്ങുകളിലൊന്നും അധികം സംബന്ധിക്കുന്നില്ല. എന്നാൽ അടുത്ത മാസം വരെ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്നു. നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി കൂടുതൽ പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ഞാൻ നിങ്ങളോട് ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നാം വായിച്ച വാക്യം ഇതാണ്: പാറയുടെ പിളർപ്പിലും കടുന്തൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവി, ഞാൻ നിന്റെ മുഖമൊന്ന് കാണട്ടെ. ഉത്തമഗീതത്തിൽ നിന്നാണ് ഈ വാക്യം നമ്മൾ വായിച്ചത്. ഇത് എഴുതിയത് ശലോമോനാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇത് നമ്മുടെ ആത്മ മണവാളനാകുന്ന കർത്താവിനെയും തൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയും കുറിച്ച് ആകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വ്യാഖ്യാനത്തിലൂടെ പഠിക്കും. ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാനല്ല. ഇതിന്റെ 1-2 പശ്ചാത്തലം ഒന്ന് പറഞ്ഞ ശേഷമേ ഞാൻ ഈ വിഷയത്തിലേക്ക് ഒന്ന് കടന്നു. ശലോമോൻ രാജാവിനെ നമുക്കറിയാം, വളരെ പ്രസിദ്ധനായ തീർന്ന ഒരു രാജാവ്, വളരെ ജ്ഞാനം വിവേകം ഒക്കെ ഉള്ളൊരു മനുഷ്യൻ. അത് ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ചു. താൻ ഒരിക്കലും ഇങ്ങനെ ശൂന്യം വഴി ഈ മരുഭൂമിയിലൂടെ ഉള്ളതായ ശൂന്യം വഴി ഇങ്ങനെ കടന്നു പോകുമ്പോൾ ആ മരുഭൂമിയോട് ചേർന്നുള്ളതായിരിക്കുന്ന സ്ഥലത്ത് താൻ എത്തിയപ്പോൾ വളരെ കോമള രൂപിയായിരിക്കുന്ന, മനോഹര രൂപിയായിരിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. താൻ വളരെ ആഗ്രഹിച്ചു തൻ്റെ ഭാര്യയാക്കാനായി. തൻ്റെ ആഗ്രഹം അവളോട് അറിയിച്ചു. പക്ഷെ ആ ആഗ്രഹത്തെ അവൾ നിരസിച്ചു. പക്ഷെ ശലോമോൻ പിന്മാറിയില്ല. അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്കൊരു ഇടയച്ചെറുക്കനുണ്ട്, അവൻ എനിക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്, ഞാൻ താമസമില്ല നിന്നെ കല്യാണം കഴിക്കാം, ഞാൻ അവനെ നോക്കിയിരിക്കും. പക്ഷെ ശലോമോൻ പിന്മാറിയില്ല. കാരണം അത്രത്തോളം ഈ പെൺകുട്ടിയെ ശലോമോൻ ഇഷ്ടപ്പെട്ടു. പിന്നീട് പല ആവർത്തികൾ, പല പ്രലോഭനങ്ങളുണ്ട്. ശലോമോന്റെ ജ്ഞാനം, അവന്റെ കീർത്തി, ജ്ഞാനമൊക്കെ കേൾക്കാൻ ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലെ ആളുകളൊക്കെ കടന്നു വരുന്നു. ഇതൊക്കെ അവളെ ധരിപ്പിക്കുന്നു. പ്രലോഭനങ്ങൾ ഒരുപാട് വരുന്നു. ശലോമോന്റെ കൊട്ടാരം, ഇതൊക്കെ അവളെ മുമ്പിൽ കൊണ്ടുവരികയാണ്. പക്ഷെ അവൾ പിന്മാറുന്നില്ല. അവൾക്ക് ഇടയച്ചിറക്കൻ അവൻ വരും, ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. പക്ഷെ ശലോമോൻ ഒടുവിൽ ശലോമോനെ കുറിച്ച് കീർത്തിച്ച് പാടുന്ന, പറയുന്ന യെരൂശലേം പുത്രിമാരായിരിക്കുന്ന കന്യകമാരുണ്ട്. അവരെ അയച്ചു. എന്നിട്ട് അവര് വന്നിട്ട് ശലോമോനെ കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തി പറയുക. അപ്പോഴെല്ലാം അവള് പറയുന്ന ഒരു കാര്യമുണ്ട്: ഇല്ല, എനിക്കൊരു ഇടയച്ചൻ, അവൻ വരും, അവൻ എനിക്ക് നിശ്ചയമായിട്ടും വരും, അവൻ എന്നെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഉറപ്പ് തന്നിട്ടാ പോയിരിക്കുന്നത്, ഞാൻ അവനെ കാത്തിരിക്കുക. അപ്പൊ യെരൂശലേം പുത്രിമാർക്ക് അല്പം ഒരു നീരസം, ഒരു ദേഷ്യമൊക്കെ ഉണ്ടോ? നീ പറയുന്ന ഇടയച്ചെറുക്കനുണ്ടല്ലോ, ശലോമോനേക്കാൾ എന്ത് വിശേഷതയാണ് അവന് പറയാനുള്ളത്? എന്ത് മേന്മയാണ് പറയാനുള്ളത്? അവള് പറയുന്നു, അവിടെ മുഖമൊക്കെ ഇപ്പൊ ഒന്നുകൂടൊക്കെ ഒന്ന് ചുവന്ന് തുടുത്ത് കണ്ണുകളിലൊക്കെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. അവള് പറയുക, എന്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ, അവൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ. ചരിത്രം പറയുന്നത് അങ്ങനെ അവളുടെ എന്താ പറയുന്നത്, അവളുടെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. പ്രലോഭനങ്ങൾ, ശലോമോന്റെ പ്രലോഭനങ്ങൾക്കൊന്നും അവളെ സ്വാധീനം ചെലുത്തുവാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ശലോമോൻ തന്നെ മുൻകൈ എടുത്ത് അവളുടെ കല്യാണം നടത്തിയതാണ്. കാരണം ഒടുവിൽ വരുമ്പോൾ ശലോമോൻ തന്നെ ഉത്തമഗീത അവസാനിപ്പിക്കുന്നപ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്: മരുവിൽ നിന്ന് തന്റെ പ്രിയന്റെ മേൽ ചാരി വരുന്ന ഇവൾ ആര്? കാത്തിരുന്ന ദിവസം സമാഗതമായി, പ്രിയൻ അവളുടെ അടുത്തേക്ക് കടന്നു. നമ്മൾ ഇന്ന് ശലോമോനേക്കാൾ വലിയവനായി ഒരുവനെ കാത്തിരിക്കുക. അവൻ നമ്മുടെ ആത്മ മണവാളൻ ക്രിസ്തുവാണ്. ഇവിടെ നമുക്ക് ഒരുപാട് പ്രലോഭനങ്ങൾ വരും, പലത് നമ്മളെ സ്വാധീനങ്ങൾ ചെലുത്തും. പക്ഷേ നമുക്ക് ഇതൊന്നുമല്ല. വെള്ളത്തിൻ കുമിള പോലെ
ഈ ജഡീക സൗകര്യങ്ങളെ ലോക സുഖങ്ങളൊക്കെ മാടി വിളിച്ചാൽ എന്റെ സുന്ദരനാകുന്ന മണവാളനാകുന്ന കർത്താവിനെ വിട്ട് എനിക്ക് പിന്മാറുവാൻ കഴിയുകയില്ല. കാരണം അത്ര ഒരു ആത്മബന്ധം ഞാൻ യേശുവിനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവളെ സംബന്ധിച്ചിടത്തോളം പല പ്രലോഭനങ്ങളിൽ പ്രതിസന്ധികളിലൂടെ ഒക്കെ കടന്നു പോകുന്ന ഒരു പെൺകുട്ടിയാണ്. അവിടെ കുടുംബ പശ്ചാത്തലം തന്നെ വളരെ ദയനീയമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ളതായ കുടുംബ പശ്ചാത്തലത്തിലൂടെയൊക്കെ ജീവിച്ച് പോകുന്നതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ കുടുംബത്തോടുള്ള ഭവനത്തിൽ ചെയ്യേണ്ട വ്യക്തി കൂടെ അവരുടെ ആ ഭവനത്തിന്റെ ചെലവൊക്കെ വഹിക്കുന്നവളാണ്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായ ഈ പെൺകുട്ടി പലപ്പോഴും ഇതുപോലെയുള്ളതായ പ്രലോഭനങ്ങള്, പല വിധത്തിലുള്ളതായിരിക്കുന്ന ഭയങ്ങളൊക്കെ വരുമ്പോൾ, ആളുകളെയൊക്കെ കാണുമ്പോൾ അവൾ എന്ത് ചെയ്യും? ഓടി ഒളിക്കും. പാറയുടെ പിളർപ്പില് വലിയ കടുംതൂക്കായിരിക്കുന്ന മലകൾ നിങ്ങൾ കണ്ടു കാണും. അങ്ങനെ ആ മലയുടെയൊക്കെ മറവിൽ പോയിട്ട് ഇങ്ങനെ കടുംതൂക്കിന്റെ മറവിൽ പോയി മറഞ്ഞിരിക്കുക, ആരും കാണാതെ. അവളുടെ അടുത്തേക്ക് ഇപ്പൊ പ്രിയൻ വന്നിട്ട് പറയുകയാ, എന്റെ പ്രിയൻ, ഞാൻ നിന്റെ നിന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇന്ന് നമ്മുടെ പ്രിയനാകുന്ന കർത്താവ് നമ്മളോടൊപ്പം. നമ്മൾ വിവിധ സ്ഥലങ്ങളിലാണ് നമ്മളായിരിക്കും. ഈ വിവിധ സ്ഥലങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നമ്മുടെ കർത്താവ് വന്നിട്ട് പറയും, നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് വേദോസം നമ്മളെ പഠിപ്പിക്കും. സോറി, അതൊരു ചൊല്ലുണ്ട്. മനസ്സിലുള്ള സകല ഭാവങ്ങളെയും വിവേചിച്ചറിയുവാൻ ഈ മുഖത്ത് നോക്കിയാൽ അറിയാം. ദീർഘവർഷങ്ങൾ കർത്തൃവേലയിലായിരിക്കുന്നത് കൊണ്ട് പല ആളുകളെയും ശ്രദ്ധിച്ചു. ചില ഭവനങ്ങളിലൊക്കെ വിസിറ്റിങ്ങിന് ചെല്ലുമ്പം സന്തോഷത്തോടെ വന്ന് കതക് തുറക്കുമ്പോഴും ആ മുഖത്തെ അവസ്ഥ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടൊക്കെ ആയിരിക്കും. എന്തു പറ്റി സിസ്റ്ററെ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പാസ്റ്റർ എന്ന് പറയും. പക്ഷെ അറിയാം, വേദനയോടെ നടുവിൽ മുഴങ്കാലിൽ മുടക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ അവിടെ ചെല്ലുന്നത്. അപ്പോൾ ഹൃദയത്തിന്റെ സകല ഭാവങ്ങളും ചിന്തകളും ഒക്കെ നമ്മുടെ ഈ മുഖത്ത് അറിയുവാൻ കഴിയും. ഒരു ദൈവ പൈതലിന്റെ മുഖം എങ്ങനെ ആയിരിക്കണം? അതാണ് എൻ്റെ വിഷയം. നമ്മുടെ മുഖം അല്ലെ, നിന്റെ മുഖം ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞാൽ, നിങ്ങളിൽ പലരുടെയും മുഖം, ചിലരുടെയൊക്കെ മുഖം കാണുന്നുണ്ട്, ചിലർ ഇരുട്ടത്തിരിക്കുന്നു, ചിലരുടെ മുഖം വെട്ടത്തിരിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഇരുന്നാലും എനിക്കത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ മുഖം യഥാർത്ഥത്തിൽ കാണേണ്ടത് നമ്മുടെ കർത്താവ്. സ്തോത്രം. അപ്പൊ കർത്താവ് നോക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെയാണ് ഇരിക്കുന്നത് അല്ലെ? ഞാൻ പറഞ്ഞ മുഖം എന്ന് പറയുന്നത് മനസ്സിന്റെ കണ്ണാടി എന്ന്. ഈ നമ്മൾ തിരുവചനം പഠിച്ചാല് കർത്താവിന്റെ മുഖം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം അല്ലെ? എത്ര സുന്ദരനാണ് നമ്മുടെ കർത്താവ്. ആ സുന്ദരനായിരിക്കുന്ന തേജോമയനായിരിക്കുന്ന കർത്താവിന്റെ മുഖം ഇപ്പോൾ വിരൂപമായിരിക്കും നമ്മൾ കാണും ക്രൂശീകരണ സമയത്ത്. യേശയ്യാവിന്റെ പുസ്തകത്തില് 52-ാം അധ്യായത്തിൽ വായിക്കുന്നു. ഞാൻ ആ ഭാഗം നോക്കാം. അപ്പോ അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാപം നിമിത്തമാണ് അവന്റെ മുഖം ഇപ്പോൾ കണ്ടാൽ ആളറിയത്തില്ല എന്ന നിലയിലായി വിരൂപമായിരിക്കും. നമ്മുടെ പാപത്തിനുള്ള ശിക്ഷ അവൻ എടുത്തപ്പോൾ സുനേകാരത്ത് പറഞ്ഞു ഓർക്കണം, വെണ്മയും ചുവപ്പുമുള്ള 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠരായിരിക്കുന്ന കർത്താവിന്റെ മുഖം ഇപ്പോൾ വിരൂപമായിട്ട് തോന്നുന്നു അല്ലെ? ആ മുഖത്ത് നോക്കുക, എത്ര ദയനീയമാണ്. അത് നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ പരിണിത ഫലമായിട്ട്, ആ പാപശാപത്തിന്റെ ശിക്ഷകൾ അവൻ ഏറ്റെടുത്തതിന്റെ ഫലമായാണ് മുഖം വിരൂപം. അപ്പൊ അതിന്റെ കാരണം നമ്മൾ ഓരോരുത്തരും. ഇനി ദൈവത്തിന്റെ വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കണം അല്ലെ? എന്റെ മുഖം അന്വേഷിപ്പിനെന്ന് നിങ്ങളുടെ കൽപ്പന വരുന്നു. 27-ാം സങ്കീർത്തനം നമ്മൾ വായിക്കും, 8-ാമത്തെ വാക്യം. അപ്പോൾ ഇനി ചില വ്യക്തികളുടെ മുഖം എങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ദൈവമുഖം അന്വേഷിച്ചാൽ, ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചാൽ നമ്മുടെ മുഖം എങ്ങനെയായിരിക്കും? അതാണ് നമ്മുടെ വിഷയം. ഇനിയുള്ള ചില മിനിറ്റുകൾ അതായിരുന്നു ചിന്തിക്കാം. പുറപ്പാട് പുസ്തകത്തിൽ 34-ാം അധ്യായത്തിന് 35-ാം വാക്യത്തിൽ നിങ്ങൾ സാവകാശം പോലെ നിങ്ങൾ അടയാളപ്പെടുത്തി വായിച്ചാൽ അവിടെ മോശയുടെ മുഖം നിങ്ങൾക്ക് കാണാം. മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിക്കുന്നത് അവൻ എന്ത് ചെയ്തു? മൂടുപടം ഇട്ടു എന്ന് പറയും. ഇസ്രായേലിൽ നോക്കാൻ ഭയപ്പെട്ടു പോയി. മുഖം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കും.
അതിന്റെ കാരണം എന്താ? മോശയുടെ മുഖം പ്രകാശിക്കുന്നതിന്റെ കാരണം കഴിഞ്ഞ 40 ദിവസം അവൻ ദൈവത്തോടൊപ്പമായിരുന്നു. അവിടെ വായിക്കുന്നു, അതിന്റെ 34-21 വായിച്ചു കഴിഞ്ഞാൽ അറിയാം, അവിടെ അവൻ വെള്ളം കുടിക്കുകയോ ആഹാരം കഴിക്കുകയോ ചെയ്തില്ല. ദൈവത്തോടൊപ്പം ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്ഷണപാനീയങ്ങളെ കുറിച്ച് വലിയ ചിന്തയൊന്നും വരത്തില്ല. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 40 ദിവസവും മോശ ഉപവസിക്കുക. നമ്മൾ ഉപവസിക്കുമ്പോൾ ചിലരെന്ത് ചെയ്യും? വെള്ളം കുടിക്കാറുണ്ട്. ചിലര് കട്ടിയായിട്ടുള്ള ഭക്ഷണം കഴിച്ചില്ലേലും അല്ലാതെ ഡ്രൈ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും? കഴിക്കും. നമ്മുടെ സൗകര്യം പോലെ ചെയ്യും, അല്ലെ? ചിലർ പറയാറുണ്ട്, ജ്യൂസ് കഴിക്കുന്നതിന് കുഴപ്പമില്ല, കട്ടിയുള്ളതൊന്നും കഴിക്കാതിരുന്നാൽ മതി. ഏത്തയ്ക്ക കഴിക്കുന്നതിന് കുഴപ്പമില്ല, പഴം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറയും. അത് ഓരോരുത്തരുടെ തീരുമാനം, ഞാനതൊരു ചോദ്യം ചെയ്തു. പക്ഷെ മോശ കഴിഞ്ഞ 40 ദിവസം ദൈവത്തോടൊപ്പമായിരുന്നു. ദൈവത്തോടൊപ്പമായിരുന്നപ്പോൾ അവന് വിശപ്പുമില്ല, ദാഹവുമില്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, കർത്താവിനോടൊപ്പം നമ്മൾ ആയിരുന്ന പിന്നെ നമുക്ക് വിശപ്പും ദാഹവും നമ്മൾ അറിയത്തില്ലെന്ന്. പ്രൈസല്ലോ. ഈ വിശപ്പും ദാഹവും ഒക്കെ മറക്കുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ, അല്ലേ? ഇന്ന് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഉപവസിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് ശാരീരികമായ ക്ഷീണമൊക്കെ ചിലപ്പോൾ ഉണ്ടാകും, ഇല്ലെന്ന് പറയണം. പക്ഷെ ആ ക്ഷീണത്തെ കവർ ചെയ്യുന്നതാണ് നമ്മുടെ ആത്മീയമെന്ന്. അതാണ് ഉപവസിക്കുമ്പോൾ ഒരാൾക്ക് ബലം കിട്ടുക എന്ന്. എന്നാൽ ചില ആളുകളോട് ചോദിക്കും, എന്ത് ബ്രദറെ ക്ഷീണിച്ചേക്ക്? അടുത്ത സമയത്ത് എനിക്ക് ആരോടും ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ഒരു ക്ഷീണമൊക്കെ ആണല്ലോ, എന്ത് പറ്റി മുഖത്തല്ലേ? അപ്പോ അദ്ദേഹം പെട്ടെന്ന് മറുപടി പറഞ്ഞു, കഴിഞ്ഞ ഒരു 4-5 ദിവസമായിട്ട്, 5-6 ദിവസമായിട്ട് 5 ദിവസമായിട്ട് ഞാൻ ഉപവാസത്തിലായി. അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞ മറുപടിയാണ്, ഞാൻ ഉപവാസത്തിലായി. അപ്പൊ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഉപവാസത്തിലാണെങ്കിൽ ക്ഷീണം വരും. ആ ക്ഷീണത്തെ എന്ത് ചെയ്യും? കവർ ചെയ്യും നമ്മുടെ ആത്മീയ, അല്ലെ? പൗലോസ് പറഞ്ഞൊരു കാര്യം ഓർക്കണം, നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ കഴിയും തോറും ക്ഷീണിച്ചു പോകുന്നതാണ്. അതേ സമയത്ത് നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തി പ്രാപിക്കുന്നതാണ്. നമ്മൾ ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഈ ആത്മീയ ചൈതന്യമാണ്. ആ ആത്മീയ ചൈതന്യം ലഭിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കൂടെ അതിനോട് ചേർന്ന് ഞാൻ പറയാം. പൗലോസിനുണ്ടായ ഒരു രോഗമല്ല, ഒരു മുള്ള് മാറ്റാൻ പൗലോസ് പല പ്രാവശ്യം പ്രാർത്ഥിച്ച് നമുക്കറിയാം. പക്ഷെ കർത്താവ് മാറ്റി കൊടുത്തില്ല. പക്ഷെ അതിന് പകരം കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്ന. നമുക്ക് രോഗവും ദുഃഖവും ഒക്കെ ഉണ്ടാകും, ശാരീരിക ക്ഷീണങ്ങളൊക്കെ. പക്ഷെ അതിനെ കവർ ചെയ്യുന്ന, അല്ല മറയ്ക്കുന്നതാണ് ദൈവത്തിന്റെ കൃപയെന്ന്. ആ കൃപയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ മറികടക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഏതാന്ന് ചോദിച്ചാൽ അത് ദൈവകൃപയാണ്. കഴിഞ്ഞ 40 ദിവസം മോശ ദൈവത്തോടൊപ്പം ആ പർവ്വതത്തിലായിരുന്നപ്പോൾ അവന് വിശപ്പില്ല, ദാഹമില്ല, ഒന്നുമില്ല. അപ്പോൾ ഓർക്കണം, കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ, ഉപവാസിക്കുമ്പോൾ, അല്ലെ? നമ്മുടെ കർത്താവിനെ സംബന്ധിച്ച് പഠിച്ചു നോക്കുക. 40 ദിവസം ഉപവസിച്ച കാര്യം നമുക്കറിയാം. സ്നാനമേറ്റ ഉടനെ ഉപവാസം കഴിഞ്ഞപ്പോഴാണ് അവന് വിശന്നെന്ന് പറയും. ഉപവസിച്ച സമയത്തല്ല, ഉപവസിച്ച് കഴിഞ്ഞ ശേഷം. അപ്പം മോശയുടെ മുഖം പ്രകാശിക്കാനുള്ള കാരണം എന്താ? അവൻ ദൈവത്തോടൊപ്പം ആയിരുന്നുകൊണ്ടാ. ദൈവത്തോടൊപ്പം ആയിരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കുന്ന വ്യക്തിയാ, വെള്ളം കുടിക്കാതിരിക്കുന്ന വ്യക്തിയാ. പക്ഷെ അവിടെ അതിന്റെ ആവശ്യമേ ഇല്ല. നാം കർത്താവിനോടൊപ്പം ആയിരിക്കുമ്പോൾ വിശപ്പോ ദാഹമോ ഒന്നും നമുക്കൊരു വിഷയമല്ല. കാരണം അവന്റെ മുഖം കണ്ട് ഇങ്ങനെ സ്തോത്രം ചെയ്ത് അവനെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി ഇരിക്കുമ്പോൾ നമ്മുടെ വിശപ്പോ ദാഹവും ഒന്നും വിഷയമല്ല, അല്ലേ? അങ്ങനെ 3 പേരുടെ മുഖമേ ദൈവസന്നിധി നമ്മുടെ ബൈബിൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രകാശിച്ചു. അതൊന്ന് ഇവിടെ മോശയുടെ. രണ്ടാമത് നമ്മൾ നോക്കിയാൽ നമ്മുടെ കർത്താവായ യേശുവിന്റെ തന്നെ. മത്തായി സുവിശേഷം 17-ാം അധ്യായം നിങ്ങൾ പഠിച്ചാൽ അറിയാം. ഈ മറുരൂപ മലയിൽ ശിഷ്യന്മാരുമായിട്ട് യേശു പോവുകയും യേശുവിന്റെ രൂപമൊക്കെ മാറുമ്പോൾ അവന്റെ മുഖത്തിന്റെ ശോഭ അവിടെ കാണാൻ കഴിയുന്നു, അല്ലെ? സൂര്യനെ വെല്ലുന്ന ശോഭ, പ്രൈസ് ദി ലോർഡ്, അവന് ലഭിക്കുകയാണ്. അവന്റെ വസ്ത്രത്തിന്റെ വെണ്മയെക്കുറിച്ച് അവിടെ മറ്റു സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നു, ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിക്കുവാൻ കഴിയാത്ത നിലയിലുള്ളവൻ. യേശുവിന്റെ മുഖം
സൂര്യനെ വെല്ലുന്ന പ്രകാശമായി മാറുവാൻ കാരണം പ്രൈസല്ലോ കാരണം അവൻ സ്വർഗീയമയനായതുകൊണ്ട്, അവിടെ രൂപം മാറിയത് കൊണ്ടാണ്. ഇതുവരെ ശിഷ്യന്മാർ യേശുവിനെ ഈ നിലയിൽ കണ്ടിട്ടില്ല. അപ്പോഴാ പത്രോസ് പറഞ്ഞത്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്ന നല്ലത്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ 3 കുടിലുണ്ടാക്കാം. നിനക്ക്, മോശയ്ക്ക്, ഏലിയാവിന്. കാരണം അവർ നോക്കിയപ്പോൾ മോശയും ഏലിയാവും യേശുവിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അന്നേരം ചിലപ്പോൾ ചിന്തിക്കും, പത്രോസ് പറയാം, നമുക്ക് ഇവിടെ ഇരുന്നാ മതി. ശിഷ്യന്മാരിൽ പത്രോസിന് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട്. പ്രത്യേകിച്ച് ഭവനത്തില് നല്ലൊരു കുടുംബമുള്ള വ്യക്തിയാണ്. ഭവനത്തിന്റെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള വ്യക്തിയാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, അങ്ങനെയുള്ളതായിരിക്കുന്ന പത്രോസ് തന്റെ കുടുംബത്തെയൊക്കെ അങ്ങ് മറന്നു. നമ്മൾ ഒരു കാര്യം ഓർക്കണം, കർത്താവിനോടൊപ്പം നമ്മൾ ആയിരിക്കുമ്പം നമ്മളെല്ലാം മറക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറും. നമ്മളെല്ലാം മറന്ന് ഈ കർത്താവിന്റെ മുഖം മാത്രം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇനി ഭാവിയിൽ നമുക്ക് അതാണ് പ്രാപിപ്പാൻ പോകുന്നത്. അതാ പണ്ട് ഭക്തൻ പാടി, എന്താ, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് നമുക്ക് അങ്ങനെ ആർക്കെങ്കിലും പറയാൻ ഒക്കും? കാരണം ഇന്ന് ലോകമയമായിരിക്കുകയാണ് വിശ്വാസ സമൂഹം. ലോകവും വേണം, എല്ലാം വേണം. എന്നാൽ അന്ന് ഭക്തൻ പാടി, ലോകം വേണ്ട, എനിക്കൊന്നും വേണ്ട, എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ചേർന്നാൽ മതി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനോടൊപ്പമായിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ ചിന്തകളും ഒക്കെ മാറും. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മുടെ മുമ്പിൽ നമുക്ക് കാണുന്ന യേശുവിനെ. ഇനി മറ്റൊരു വ്യക്തിയാണ് സ്തെഫാനോസ്. ഏത് നിമിഷവും അവർ മരണപ്പെടാം. അവനെ നോക്കിയപ്പോൾ ആളുകൾ കണ്ടത് അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിക്കുന്നത്. എന്താ കാര്യം? കല്ലുകളുമായിട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ കല്ലുകളെ അവൻ ഭയപ്പെടുന്നു. സന്നിധിയും സംഘത്തെ അവൻ ഭയപ്പെടുന്നില്ല. കൊല്ലുവാൻ നിൽക്കുന്ന ആളുകളെ അവൻ ഭയപ്പെടുന്നില്ല. കാരണം ആ പ്രതിസന്ധിയുടെ നടുവിലും മരിക്കുന്നതിന് മുമ്പും മുഴങ്കാലും അടക്കി സ്വർഗത്തിലോട്ട് നോക്കുന്ന സ്തെഫാനോസിനെയാണ്. അതുകൊണ്ടല്ലേ അവൻ പറഞ്ഞത്, ഇതാ സ്വർഗം തുറന്നു, ദൈവപുത്രൻ ഇതാ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ച കാണുക. അപ്പൊ ഞാൻ ചിന്തിക്കും, എന്തുകൊണ്ടാണ് പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ തമ്പുരാൻ പോയി ഇരിക്കുന്നതായിട്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നെന്നാ വായിക്കും. പക്ഷെ അവിടെ പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുക. എന്തായിരിക്കും? അതെ, തന്റെ ദാസനായിരിക്കുന്ന സ്തെഫാനോസ് മരിച്ചു വരുമ്പോൾ അവന്റെ ആത്മാവിനെ സ്വീകരിപ്പാൻ യേശു എഴുന്നേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ്. ഈ ലോകത്തിൽ നമുക്കൊരു സ്വീകരണം കിട്ടിയില്ലെങ്കിൽ, നീ കർത്താവിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ, ആ നിലനിൽക്കുമ്പോൾ കൂടെ നിൽക്കുന്നവർ ചിലപ്പോൾ ശത്രുക്കളായി തീരാം, കല്ലുകളുമായി നിൽക്കുന്നവരാകാം, അതിനേക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് നിന്നെ ഭയപ്പെടുത്തി നിന്നെ ഇരുത്താമെന്ന് വിചാരിക്കുന്നവർ കാണാം. തകർന്നിരിക്കുന്ന മനസ്സുമായിരിക്കുന്ന അവസ്ഥകൾ ജീവിതത്തിൽ വരാം. പക്ഷെ ഇന്ന് രാത്രി വേളയിൽ എന്റെ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്ത്, മറുപടി തരുന്ന ഒരു ദൈവം നമ്മുടെ മുൻപിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ സ്വർഗം നിന്റെ ജീവിതത്തിൽ വഴി തുറന്നു തരുന്നവനാണ്. ചുറ്റും നിൽക്കുന്നവരെ എല്ലാം നമ്മൾ കാണും. എബ്രായ ലേഖനം പറയുന്ന പോലെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായിരിക്കുന്ന യേശുവിനെ നോക്കണം. യേശുവിനെ നോക്കണം. ക്രിസ്തുവിനെ നോക്കിയാൽ 34 സങ്കീർത്തനം വളരെ വ്യക്തമായി തരുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായിരിക്കുന്ന ഏത് അനർത്ഥങ്ങളോ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ കണ്ണുകൾ ഉയരങ്ങളിലേക്ക് ചെല്ലട്ടെ. എന്റെ മുഖം അന്വേഷിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ ആ മുഖം ഒന്ന് അന്വേഷിക്കുക, എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും. അങ്ങനെ 3 പേരുടെ മുഖം പ്രകാശിച്ചതായി നമുക്ക്. അപ്പൊ മോശയുടെ മുഖം പ്രകാശിച്ചു. പ്രകാശിച്ചതിന്റെ കാരണം അവൻ ദൈവത്തോടൊപ്പമായി. അപ്പോൾ നമ്മുടെ മുഖവും പ്രകാശിക്കുന്ന മുഖമായിരിക്കണം.
അതുകൊണ്ടല്ലേ പണ്ടൊക്കെ എന്റെ ചെറുപ്പത്തിലൊക്കെ ഒരു വിശ്വാസിയെ കണ്ടാൽ അറിയാമായിരുന്നു. എവിടെയെങ്കിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ നോക്കി ഏത് കൂട്ടായ്മയില എന്ന് ചോദിക്കും, പേരെന്തുവാ. അവർക്കറിയാം ഇതൊരു പാസ്റ്ററാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസിയാണെന്ന്. ചില സമയങ്ങളിൽ ചില യാത്രകളിൽ, ട്രെയിൻ യാത്രകൾ, മറ്റു യാത്രകളിലൊക്കെ ചെയ്യുമ്പോൾ ചില ആളുകൾ, അവിശ്വാസികളായ ആളുകൾ എന്നോട് ചോദിച്ചാൽ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്, പാസ്റ്റർ ആണോ എന്ന് ചോദിക്കും. ഞാൻ ചോദിച്ചു എങ്ങനെ അറിയാം, എങ്ങനെ മനസ്സിലാക്കി? ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഇതുവരെ വെള്ളയൊന്നും ആയിരിക്കും ഇടുന്നത്, മറ്റേ ഹാർഡായിട്ട് കളറുള്ള ടീഷർട്ടോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷേ അവർ പറയാറുണ്ട് നിങ്ങളുടെ മുഖത്ത് നോക്കിയാൽ അതറിയാം. അപ്പൊ എനിക്ക് വളരെ സന്തോഷം തോന്നിയിട്ടുണ്ട്. നമ്മുടെയൊക്കെ മുഖം നോക്കിയാൽ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അത് എഴുതി ഒട്ടിച്ച ലേബലൊന്നും ആയിരിക്കരുത്, അല്ലേ? ഞാനൊരു ബെന്തിക്കോസുകാരനാണ്, ഒരു വിശ്വാസിയാണെന്നും ആരെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവിടെ എഴുതി ഒട്ടിക്കേണ്ടതായിരുന്നു. പക്ഷേ അത് മറ്റുള്ളവർ വായിച്ചറിയണം. അപ്പോ അത് വായിച്ചറിയണമെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതായ ആ ദൈവകൃപയാണ്, അത് നമ്മളിൽ ഉണ്ടാകുന്നു എങ്കിൽ അത് മറ്റുള്ളവർക്കും അറിയുവാൻ കഴിയും. ഇനി അപ്പൊ നോക്കണം, നമ്മുടെ മുഖം എന്ന് പറയുന്നത് പ്രകാശിക്കുന്നതായി. അടുത്തത് ഈ വായിച്ചാൽ ദാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചാൽ അവിടെ വായിക്കുന്നു, അവിടെ ബാബേലിൽ വരുന്നതായ നെബൂഖദ്നേസറിന്റെ കൊട്ടാരത്തിൽ വരുന്നതായ ഈ ബാലന്മാരുടെ മുഖത്തെക്കുറിച്ച്, സകല ബാലന്മാരുടേതിലും അഴകുള്ള മുഖം. നമുക്കറിയാം യെരുശലേമിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഇപ്പൊ കഴിവും പ്രാപ്തിയുള്ളവർക്ക് കൊട്ടാരത്തിൽ, ബാബേൽ കൊട്ടാരത്തിൽ, അവിടെ ബാബിലോൺ കൊട്ടാരത്തിൽ അവര് ജോലി കൊടുക്കും. ജോലി കൊടുക്കുന്നതിന് മുമ്പ് അതിന് അപ്പോയിന്റ്മെന്റ് ഒക്കെ ചെയ്യുന്ന രാജാവിന്റെ മുമ്പിൽ ഇവരെ നിർത്തണം, ഇവരെ കഴിവും പ്രാപ്തിയൊക്കെ തെളിയിക്കണം. പക്ഷെ രാജാവിന്റെ മുമ്പിൽ അങ്ങനെ കൊണ്ട് നിർത്താനൊക്കത്തില്ല. കാരണം ദിവസങ്ങളൊക്കെ യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ച് തളർന്നൊക്കെ വന്നിരിക്കുക. അപ്പൊ നല്ല ഭക്ഷണം കൊടുക്കണം. ഭക്ഷണമൊക്കെ കൊടുത്ത് ശരീരമൊക്കെ നല്ല ഒരു പുഷ്ടിയൊക്കെ പ്രാപിച്ചിട്ടാണ് രാജാവിന്റെ മുമ്പിൽ കൊണ്ട് നിർത്താം. അപ്പൊ അതിന് ചുമതലപ്പെട്ട സൂപ്പർവൈസർ, അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുണ്ട്. അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിന്റെ മെനു ഒക്കെ അദ്ദേഹം തീരുമാനിച്ചപ്പം ഇവര് പറയുക, അവർ തീരുമാനമെടുത്തു, രാജകീയ ഭോജനം കൊണ്ട് തങ്ങളെ തന്നെ അശുദ്ധമാക്കത്തില്ല എന്നവർ തീരുമാനിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് ഈ ഭക്ഷണമൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഒരു ശാഖപദാർത്ഥങ്ങൾ, വെറും നോർമലായിരിക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിച്ചോളാം. പക്ഷെ അദ്ദേഹം ഭയപ്പെട്ടു, കാരണം രാജാവിന്റെ മുമ്പിൽ നിർത്തണം, ഇദ്ദേഹത്തിന്റെ ജോലി പോകും. പറഞ്ഞു 10 ദിവസം ഒന്ന് പരീക്ഷിക്കും, അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നോക്കാം. എന്തായാലും ഇവരുടെ വാക്ക് ഈ മനുഷ്യൻ അംഗീകരിച്ചു. ഇനി നിങ്ങളെ ഒരു കാര്യം പറയാൻ വേണ്ടി ഞാനുള്ളത്, എന്തുകൊണ്ടാണ് ഇവര് ആ കൊട്ടാരത്തിലെ ഭക്ഷണം കേട്ടോ, രാജാവ് കഴിക്കുന്ന ഭക്ഷണം, രാജകീയ ഭോജനം അവർക്ക് കൊടുക്കാൻ പോകുന്നു. നമ്മളാണെങ്കിലോ, നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ ഉന്നതനായിരിക്കുന്ന ഒരു നേതാവ് നമ്മളെ വിളിച്ചൊരു ഭക്ഷണത്തിന് വിളിച്ച് നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? സന്തോഷത്തോടെ പോകും. പിന്നെ അടുത്ത ദിവസം വേണേൽ ഫേസ്ബുക്കിലോ മറ്റോ നമ്മുടെ ഇൻസ്റ്റാ ഐഡിയിലോ എവിടെയൊക്കെ ഫോട്ടോ കൊടുക്കും, എന്നെ ഇന്നാൾ വിളിച്ചു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും. പക്ഷേ ഇവര് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട ഇത്. എന്തുകൊണ്ടായിരിക്കാം? ഇവരാരാണെന്നറിയാം, ഇവർ യഹൂദന്മാരാണ്. യഹൂദന്മാരെ സംബന്ധിച്ചൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ പ്രായം മുതലേ അവരെ പ്രമാണം പഠിപ്പിക്കും. ആ പ്രമാണത്തിൽ നിൽക്കും. പ്രത്യേകിച്ച് ലേവ്യ പുസ്തകം 11-ാം അധ്യായം അവരുടെ ഹൃദയത്തിലുണ്ട്. ഒരു യഹൂദന് തിന്നാവുന്നത് ഏത്, തിന്നാൻ പാടില്ലാത്തത്. ഒരു എബ്രായനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് കഴിക്കാവുന്നത്, കഴിക്കാൻ പാടില്ലാത്തത്, അത് അവരുടെ ഹൃദയത്തിലുണ്ട്. ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും അതിൽ നിന്ന് അവർ വ്യത്യാസം വരുത്തില്ല. നമ്മൾ ഓർപ്പിക്കട്ടെ, ചെറുപ്പത്തിലെ ഇതാണ് ഓരോ കുഞ്ഞുങ്ങളും പഠിച്ചു വരും. ഈ തിരുവചനമൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് സഭയിലൊക്കെ പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. കുഞ്ഞിലേ ആയിരിക്കുമ്പോൾ ചെവിയിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളുണ്ട്. അതിലൊന്ന്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകും. എത്ര വർഷം കഴിഞ്ഞു?
മറ്റൊന്ന്, അപ്പനെ അമ്മയെ അനുസരിക്കാത്ത കണ്ണിനെ തോട്ടരികത്തെ കാക്കകൾ എന്തു ചെയ്യും? കൊത്തിപ്പറിക്കും. അപ്പൊ അപ്പനെ അമ്മയെ എന്ത് ചെയ്യണം? അപ്പൊ ദൈവത്തെ ഭയപ്പെടണം. അതുപോലെ മാതാപിതാക്കൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. എത്ര വർഷം കഴിഞ്ഞാലും ആ വാക്യം നമ്മുടെ മുന്നിൽ. സാരാംശം, ചെറുപ്പത്തിൽ നമ്മൾ കേട്ട് പഠിച്ചു വരുന്നത് എത്ര പ്രായം കഴിഞ്ഞാലും എന്ത് ചെയ്യുകയില്ല? മറന്നു പോകത്തില്ല. ഇവർ ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത് കേട്ട് കിട്ടുന്നതുകൊണ്ട് ഇപ്പൊ കൊട്ടാരത്തിൽ വന്നപ്പോ നല്ല ഭക്ഷണമാണ് കിട്ടുന്നത്. പക്ഷെ അവർക്കത് വേണ്ട. ഇപ്പൊ 10 ദിവസം ഒന്ന് പരീക്ഷിച്ചു. 10 ദിവസം പരീക്ഷിച്ചപ്പോൾ അവിടെ വായിക്കുന്നത്, അവിടെയുള്ള സകല ബാലന്മാരുടേതിലും അഴകുള്ള മുഖം. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. എന്തോ കഴിച്ചിട്ടാ? നിങ്ങളിൽ പല കുഞ്ഞുങ്ങളുണ്ടാകല്ലേ, കുഞ്ഞുങ്ങളെ വളർത്തിയവരുണ്ടാകും. നമ്മുടെ കുഞ്ഞുങ്ങള് നന്നായിട്ട് വരാൻ തക്കണം എന്തെല്ലാം ഫുഡാണ് അവർ കൊടുക്കുന്നത്. എടാ മോനെ മോളെ കഴിക്കുന്നു പറഞ്ഞിട്ട്, പക്ഷെ കൊച്ചിങ്ങനെ കഴിച്ച് വരുന്നതല്ലാതെ അതിപ്പോഴും ഇങ്ങനെ ഇരിക്കുക. എന്ത് വില കൂടിയ ഭക്ഷണങ്ങളാണ് കൊടുക്കുന്നത്. പക്ഷെ ഇവർ കഴിച്ച ഭക്ഷണത്തിന്റെ ആണോ? അല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഈ അഴകുള്ള മുഖം നിന്ന് നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ മുഖം മിനുക്കണമെങ്കിൽ എന്തോ വേണം? എണ്ണ വേണം. ദൈവത്തിന്റെ ആത്മാവ് നിന്നിലുണ്ട് എങ്കിൽ ആ മുഖത്തറിയാം, മിനുക്കം കാണും. മറ്റൊന്ന്, ഈ കർത്താവ് തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ഈ എന്താ പറയുന്നത്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതായത് കർത്താവിന്റെ വചനം നമ്മൾ ഭക്ഷിക്കുന്നത്, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ മന്ന. ഇതിനെ ചില ആളുകൾ കർത്തൃമേശയോട് ചേർത്ത് പഠിപ്പിക്കാറുണ്ട്. അത് തെറ്റാണ്. കർത്താവിന്റെ മേശയെക്കുറിച്ചുള്ള ഉപദേശമല്ലത്. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ മന്നയാകുന്ന കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വചനമാണ് ഓരോ ദിവസം നമ്മൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ എൻ മൂലം എന്ത് ചെയ്യുന്നു? ജീവിക്കുന്നു എന്ന് തിരുവചനം. അപ്പൊ ചുരുക്കി പറഞ്ഞ, അത് മാത്രമല്ല, ഈ കർത്താവിന്റെ വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്, ശക്തീകരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യുന്നത് അത്രേ എന്റെ ആഹാരം. അപ്പൊ നമ്മുടെ ആഹാരം എന്താണ്? ഈ ദൈവത്തിന്റെ വചനമാണ്. ഇതിങ്ങനെ ദിനേന ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ക്ഷീണം മാറും, പ്രൈസ് ദി ലോർഡ്, തളർച്ചകൾ മാറും, എല്ലാം മാറും. ഇനി അടുത്ത മുഖം നമ്മൾ ചിന്തിച്ചാൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 18-ാം അധ്യായത്തിന്റെ 42-ാമത്തെ വാക്യം, അവിടെ ഏലിയാവിന്റെ മുഖത്തെ കുറിച്ച് പഠിക്കും. അവന്റെ മുഖം മുഴങ്കാലുകൾക്കുള്ളിൽ വെച്ചു എന്നാണ് വായിക്കുന്നത്. നിങ്ങൾ അതിനു മുമ്പ് ശ്രദ്ധിക്കണം, കർമ്മേലില് വലിയൊരു അത്ഭുതം ചെയ്തു. എന്തുവായിരുന്നു? കർമാനുഷ്ഠാനങ്ങളാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് തെളിയിച്ചു. പ്രാർത്ഥിച്ചപ്പോ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി. എത്ര നേരം പ്രാർത്ഥിച്ചു? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 40 സെക്കൻഡ് കൂടുതൽ ആ പ്രാർത്ഥനയുടെ ദൈർഘ്യമില്ല. നമ്മൾ എത്ര മണിക്കൂർ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കേണ്ടെന്നല്ലേ പറഞ്ഞത്, പ്രാർത്ഥിക്കുന്നത് കുറ്റം. പക്ഷേ ഇപ്പോഴും തീ ഇറങ്ങിയിട്ടുണ്ടോ? 40 സെക്കൻഡ്. അവൻ പറഞ്ഞ, കർത്താവേ, ഞാൻ നിന്റെ ദാസനെന്ന് ഈ ജനം അറിയേണ്ടത് അവിടുന്ന് തീ ഇറക്കണമെന്ന് പറഞ്ഞേ ഉള്ളൂ. ക്ഷണത്തിൽ തന്നെ സ്വർഗത്തിൽ തീ ഇറക്കി യാഗപീഠത്തെയും ചുറ്റും എന്ത് ചെയ്ത് ദഹിപ്പിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അത്രയ്ക്ക് പവർഫുൾ ആയിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഏലിയ. ആ ഏലിയാവ് അതിനുശേഷം പിന്നെ എന്താ ചെയ്തത്? ആഹാബിനെ പറഞ്ഞു വിട്ടിട്ട്, സാധാരണ ഇന്നത്തെ നിലയിലായിരുന്നെങ്കിൽ ഇത് വലിയൊരു പോസ്റ്ററൊക്കെ അടിച്ചിട്ട്, ദാണ്ട് ഒരു അത്ഭുത പ്രവാചകൻ വന്നിട്ടുണ്ട്, ഒരു അത്ഭുത സിദ്ധി വന്നിട്ടുണ്ട്, നിങ്ങളെല്ലാ പ്രശ്നം അദ്ദേഹത്തിന്റെ അടുത്ത് വന്നാൽ ഇപ്പൊ തീ ഇറക്കുന്ന ആളാണ്, അത് ചെയ്യും ഇത് ചെയ്യുന്നു. പക്ഷെ അതിനൊന്നും അദ്ദേഹത്തിന് സമയമില്ല. ഇതിലും വലിയൊരു ശുശ്രൂഷയും അദ്ദേഹത്തിനുണ്ട്. കഴിഞ്ഞ 3-3.5 വർഷത്തോളമായിട്ട് മഴയില്ല, വരൾച്ചയൊക്കെയാണ്, പ്രകൃതി അടച്ചു വെച്ചിരിക്കുകയാണ്. അവൻ വന്ന് പറഞ്ഞതാണ്, ഇനി ഞാൻ പറഞ്ഞ ഇവിടെ എന്തോ ചെയ്യൂ, മഴയും മഞ്ഞും ഉണ്ടായിക്കുള്ളൂ, മഴ പെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു. ആ പ്രകൃതിയുടെ ശക്തിയെ മടക്കി വരുത്തണം. പ്രകൃതിയുടെ ശക്തിയെ മടക്കി വരുത്തണമെങ്കിൽ തന്നെ ആര് തന്നോട് പറഞ്ഞു അതേ വ്യക്തി ദൈവം തന്നെ എന്ത് ചെയ്യണം? അതിൽ പ്രവർത്തിക്കണം. അതിനിപ്പോ ഏലിയാവ് ചെയ്തത്, അവിടെ ചെയ്തത് അതേ ശുശ്രൂഷയല്ല. മുഴങ്കാലുകൾക്കുള്ളിൽ തന്റെ മുഖം വെച്ചു. അതിന്റെ അർത്ഥം എന്താ? താഴ്മയുടെ മുഖമാണ്. നിങ്ങളെ കൊണ്ടൊക്കും
ഈ പറഞ്ഞ എന്നെ കൊണ്ടൊക്കുന്നില്ല. മുഖം ഇങ്ങനെ കുനിച്ച് 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 എത്ര യോഗ ചെയ്താലും അത്രത്തോളം ഒക്കെ എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ തീർച്ചു കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകേണ്ടി വരും. ഡോക്ടർ പറയും ഡിസ്ക് പോയെന്ന് പറയും, അല്ലേ? അപ്പം ഏലിയാവിന്റെ പ്രാർത്ഥന നിങ്ങൾ നോക്കണേ. ഇങ്ങനെ കുനിഞ്ഞു കുനിഞ്ഞ് ഈ തല, തന്റെ മുഖം മുഴങ്കാലുകൾക്കുള്ളിൽ, പ്രാർത്ഥനയുടെ താഴ്മയുടെ മുഖം. പൈസല്ലോ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം, ഇത്രയും വലിയ അത്ഭുതം ചെയ്തതായ മനുഷ്യൻ ഇപ്പോൾ അഹങ്കാരം ഇല്ല, അവൻ താഴ്മയുള്ളവനായി. നിങ്ങൾ വളർച്ചയുടെ ഏത് ഉന്നത പടവുകൾ കയറി പോകുമ്പോഴും അഹങ്കാരം നമ്മൾ വരാൻ പാടില്ല, അല്ലെ? ചിലർ കുറെ ഉയർച്ചകളിൽ എത്തുമ്പോൾ, കുറെ നേട്ടങ്ങളിൽ എത്തുമ്പോൾ, കുറെ സമ്പത്തുണ്ടാകുമ്പോൾ പിന്നെ ചിലർക്ക് അഹങ്കാരമുണ്ട്. ഞാൻ ഏതൊക്കെയോ ആയി എന്നൊരു തോന്നും. പക്ഷെ ഓരോ നിമിഷവും ദൈവസ്ഥനെ താഴ്ത്തിവിടും. കർത്താവേ, ദാവീദ് പറയുന്നുള്ള ഇത്രത്തോളം കൊണ്ടുവരുവാൻ കർത്താവേ ഞാൻ എന്തുള്ളൂ, എന്റെ ഗൃഹവും എന്തുള്ളൂ. ഇതായിരിക്കും. ഈ പ്രകൃതിയുടെ ശക്തിയെ മടക്കി വരുത്തുവാൻ കഴിയണമെങ്കിൽ ദൈവം ഇനി ഇവിടെ ഒരു മഴ പെയ്യിക്കണം. അവൻ നിന്നിട്ട് പൃഥ്വിനെ വീട്ടിൽ പറയും, നീ കടലിൽ പോയി നോക്ക്, നേരെ നോക്ക്. അവൻ പോയി നോക്കിയിട്ട് പറഞ്ഞു, ഒന്നും കാണുന്നില്ല. തിരിച്ചു പിന്നെയും ഏലിയാവ് മുഖം താഴ്ത്തി കൊടുക്കുക. അങ്ങനെ 7 പ്രാവശ്യം. 7ാമത്തെ പ്രവൃത്തി എത്രത്തോളം മനുഷ്യൻ താഴ്മയുള്ളവനായി താഴ്ത്തി എന്ന് നമ്മൾ ഓർക്കണം. ദൈവം പാകെ ഈ പ്രകൃതിയുടെ ശക്തിയെ മടക്കി വരുത്തുവാൻ 7ാമത്തെ പ്രാവശ്യം ഇതാ ഭൃത്യൻ വന്നിട്ട് പറയുക, ഇതാ ഒരു മനുഷ്യന്റെ കൈപ്പത്തി പോലെ ഇതാ പൊങ്ങി വരും. ഇവിടെ ഒരു കാര്യം ഓർക്കണം, ഏതാണ് നമുക്ക് വേണ്ടിയത്? ദൈവത്തിന്റെ കരം വേണോ, കൊട്ടാരത്തിലെ അതെ സ്വീകരണം വേണമോ? മനുഷ്യരുടെ ഇടയിലുള്ള സ്വീകരണം വേണമോ, ദൈവകരം വേണമോ? അതെ, ആ ഒരു കരം മതി നിന്റെ വരൾച്ചകളെ മാറ്റുവാൻ. ദൈവപൈതലെ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക. ഇനിയും വരണ്ട് കിടക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. ഇനിയും ഇതുവരെയും പുൽപ്പുറങ്ങൾ ഉണ്ടാകാത്ത ചില സ്ഥലങ്ങളുണ്ട്. അവിടെ ചില നന്മകളുടെ ആവശ്യമുണ്ട്. അത് പ്രാപിക്കാൻ കഴിയണമെങ്കിൽ ചില നന്മകളെ കണ്ടുകൊണ്ട്, ചില നേട്ടങ്ങളെ കണ്ടുകൊണ്ട് എല്ലാമായി കരുതരുത്. ഇനിയും പ്രാപിക്കേണ്ടത് പ്രാപിപ്പാൻ തക്കവണ്ണം മുഴങ്കാലുകൾ മടക്കി ദൈവസന്നിധി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രവർത്തിക്കുന്ന ദൈവം, അവന്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കുന്ന ദൈവമാണ്. പിന്നാലെ വരുവാൻ പോകുന്ന ഒരു വലിയ മഴ, ഒരു ആത്മമഴയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത മുഖം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശമൂവേൽ പ്രവചനത്തിലാണ്. ശമൂവേലിന്റെ 1-ാമത്തെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ അവിടെ വായിക്കുന്നു, ഹന്നായുടെ മുഖം, പിന്നെ അവളുടെ മുഖം വാടിയില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവളുടെ മുഖം വാടിയില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ആലയത്തിൽ വരുമ്പോൾ അവളുടെ മുഖം വാടിയിരിക്കുക. സംഭവം നമുക്കറിയാം. അവളുടെ വീട്ടില് അവൾക്കൊരു പ്രതിയോഗിയുണ്ട്, പെനീന. പലപ്പോഴും അവളെ കുത്തി നോവിച്ച് വാക്കുകൾ കൊണ്ട്, ശകാരങ്ങൾ ഇട്ടുകൊണ്ട്, ഏതെല്ലാം നിലയിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തി ഏറ്റവും വലിയ മുറിവ്. നമ്മളെയൊക്കെ ചിലരൊക്കെ അങ്ങനെ ചെയ്തു കാണും. ഒരുപാട് വാക്കുകൾ കൊണ്ട് നമ്മളെ മുറിപ്പെടുത്തി കാണും, കുറ്റപ്പെടുത്തി കാണും. സ്വർഗീയ പിതാവ് നിന്നെ കുറ്റപ്പെടുത്തുന്നവനല്ല, മാറോട് ചേർക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഹന്ന പലപ്പോഴും സങ്കടം വന്ന് തന്റെ ഭർത്താവിനോട് പറയും. ഭർത്താവ് എന്ത് ചെയ്യാനാ? രണ്ടുപേരും ഭാര്യമാരാണ്. ആരാണ് എങ്കിലും ഹന്നയെ ആശ്വസിപ്പിക്കും. നീ എന്തിനാ കരയുന്നത്? 10 നിനക്ക് ഈ മക്കളുള്ളതിനേക്കാൾ ഇരട്ടി സ്നേഹമല്ലേ ഞാൻ നിനക്ക് തരുന്നത്? ചുരുക്കി പറഞ്ഞാൽ 20 മക്കളുടെ സ്നേഹമാണ് കൊടുക്കുന്നത്. പക്ഷെ ആ സ്നേഹമൊന്നും അല്ലെ, ഒരു അർത്ഥത്തിൽ പറഞ്ഞ ഭർത്താവിന്റെ യഥാർത്ഥ സ്നേഹം അവിടെ കാണാം. എത്ര സ്നേഹമാണ്! 20 മക്കളുടെ സ്നേഹം കൊടുക്കുന്നത്. ഒന്നെങ്കിലും തന്നാ മതി എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. നോക്കണേ, ഹന്നായ്ക്ക് ഇത്രയും സ്നേഹം വാരിക്കോരി കൊടുത്തിട്ട് അത് അവർക്ക് ആശ്വാസം പ്രാപിക്കാൻ കഴിയും. ഇപ്പോൾ ഉത്സവ സമയമാണ്. അവിടെ പ്രതിയോഗി അവളെ ഏറ്റവും മുഷിപ്പിച്ചു. അതിനൊരു പ്രധാന കാരണം എന്താണെന്നറിയാം? ഹന്നായ്ക്ക് മക്കളില്ല. ഇപ്പൊ ഈ പഴയ നിയമ പ്രമാണം അനുസരിച്ച് വിവാഹിതയായിരിക്കുന്ന ഒരു സ്ത്രീ കുഞ്ഞുങ്ങളില്ല എങ്കിൽ അത് ദൈവത്തിന്റെ ശാപമായിട്ടാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം വായിക്കുന്നത്. നിന്റെ ഗർഭഫലം അനുഗ്രഹിക്കപ്പെട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവളെ പറയാ, നീ ശപിക്കപ്പെട്ടവളാ, ദൈവം നിന്നെ ശപിച്ചു, അതുകൊണ്ടാണ് നിനക്ക് കുഞ്ഞുങ്ങളില്ലാത്ത, നിന്റെ ഗർഭം അടച്ചിരിക്കുകയാണ്, നീ മച്ചിയാണ് എന്നൊക്കെ പറഞ്ഞാണ് അവള്. അതുകൊണ്ടാണ് ഹന്ന വന്നിട്ട് നേർച്ച, കർത്താവെ എനിക്കൊരു പുരുഷ പ്രജയെ തരണം. അതിന് എനിക്ക് വേണ്ട, അതിന്റെ മുലകടി മാറുമ്പോൾ കർത്താവെ അങ്ങയ്ക്ക് തന്നെ തന്നേക്കാം, നിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ തന്നേക്കാം, അങ്ങനെയെങ്കിലും എന്റെ നിന്ന് മാറിക്കിട്ടും.
അപ്പോഴാ എല്ലാരും നോക്കി നോക്കി മഹാപുരോഹിത ഏലി വന്ന് നോക്കി. എല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്, കേൾക്കാം. ഹന്ന പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും കേൾക്കുന്നില്ല. ഉർദ്ധസമയം വല്ലയോ, വീഞ്ഞൊക്കെ വല്ലതും കുടിച്ചിരിക്കുക, ലഹരി കയറി അതിന്റെ മത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് സാധാരണ ഞങ്ങളെ പോലുള്ള ഭാഷമാർ ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഇതിന്റെ മത്തിറങ്ങി പോട്ടെ, ലഹരി പോട്ടെ എന്ന് പറഞ്ഞ തലേ കൈവച്ച് എന്ത് ചെയ്തു, പ്രാർത്ഥിക്കാനൊക്കെ വന്ന് പറഞ്ഞു. യജമാനേ, അതൊന്നും അല്ല വിഷയം. ഇതാണ് വിഷയം. നിങ്ങൾ ഒരു കാര്യം ഓർക്കുക, നിന്റെ മനസ്സ് വായിക്കാൻ നിന്റെ ഭർത്താവിന് കഴിയും, സഭാ പാസ്റ്റർ കഴിയത്തില്ല, കൂടെ ജോലി ചെയ്യുന്നവർക്ക് കഴിയുകയില്ല, മറ്റ് ലീഡേഴ്സിന് കഴിയുകയില്ല, നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ടവർക്കും ചിലപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ കാണാൻ കഴിയുകയില്ല. എന്നാൽ ഹൃദയത്തെ വായിച്ചറിയുന്ന, ഹൃദയത്തെ മനസ്സിലാക്കിയ ഒരുവൻ ഇന്ന് രാത്രി വേളയിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശുവാണ്. അവൻ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തവൻ വന്നിട്ടുണ്ട്. അവന്റെ പൊന്നു കൃപയ്ക്കായി സ്തോത്രം. അവളുടെ വിഷയം അറിഞ്ഞ് ഏലി അവളെ അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. പിന്നെ അവൾ വീട്ടിൽ പോയി. അടുത്ത നമ്മൾ വായിക്കുന്നത്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, ആലയത്തിൽ വന്നപ്പോൾ മുഖം വാടി, വാടിയ മുഖത്തോട് വന്നു, പോയപ്പോൾ വാട്ടമില്ലാത്ത മുഖത്തോട് കൂടെ ചെന്നു. നമ്മൾ എങ്ങനെയാ ആലയത്തിൽ വരുന്ന? വാട്ടമില്ലാത്ത മുഖത്തോടെ സന്തോഷത്തോടെ പോകും. ആരാധന കഴിഞ്ഞു പോകുമ്പോൾ പലരും എങ്ങനെയാ വാടിയ മുഖത്തോട് പോകും, അല്ലെ? അവിടെയുള്ള പ്രസംഗം കേട്ടുകൊണ്ട്, അല്ലെ ഏതെങ്കിലും ഒരു വിഷയം കേട്ടുകൊണ്ട് മുഖത്തിന് സന്തോഷമില്ലാതെ. എന്നാൽ ആലയത്തിൽ വന്നതായവൾ ഇപ്പോൾ തിരിച്ചു പോയപ്പോൾ വളരെ സന്തോഷത്തോடு പോയി. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ടു നോക്കുന്ന കർത്താവ് നിങ്ങളുടെ അടുത്തുണ്ട്. അവൻ നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്നുണ്ട്, അവൻ നിങ്ങളുടെ ഭാരങ്ങളെ അറിയുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയത്തിന് അവൻ ആശ്വാസം തരുവാനും നിങ്ങളെ സമാധാനത്തോടെ ആശ്വാസത്തോടെ കൂടെ ഇന്ന് ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവ് ബലപ്പെടുത്തുവാൻ തക്കവണ്ണമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഒരു 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. ഇയ്യോബിന്റെ പുസ്തകം വായിച്ചാൽ 16:16 വായിച്ചാൽ ഇയ്യോബ് പറയുന്നു, കരഞ്ഞ് കരഞ്ഞ് എന്റെ മുഖം ചുവന്നിരിക്കുന്നു. ഇയ്യോബിന്റെ അവസ്ഥ നമുക്കറിയാമല്ലോ, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ പോകുന്നില്ല. ഇയ്യോബ് പറഞ്ഞു, ഞാനിപ്പോ കരഞ്ഞ് കരഞ്ഞ് എന്റെ മുഖം ചുവന്നല്ലേ. നമ്മൾ കുറച്ച് കരഞ്ഞ് കുറെ കഴിയുമ്പോഴൊന്നും ഈ മുഖം ഞാൻ തുടച്ച് കഴിയുമ്പോൾ, പല പ്രാവശ്യം ആകുമ്പോൾ ഈ കണ്ണീര് തുടച്ച് ഈ മുഖത്തിന്റെ ഈ കവിളിന്റെ ഈ 2 ഭാഗം ഇത് ചുവന്നിരിക്കും. കാരണം ഇയ്യോബ് അത്രത്തോളം അനുഭവിച്ചു, അല്ലെ? എല്ലാം നഷ്ടപ്പെട്ടു. മരണസമയത്ത്, അല്ലെങ്കിൽ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ കൂടെ ഇരിക്കേണ്ടിയ, കഷ്ടതയിലും കൂടെ ഇരിക്കേണ്ടതായിരിക്കുന്ന ഭാര്യ വന്നിട്ട് പറയടൂ, മനുഷ്യ ഇയാൾ എന്തിനാണ് ഇതിന്റെ ഭക്തിയെ മുറുകെ പിടിക്കുന്നത്? ഈ ഭക്തിയെയും ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ചു കളഞ്ഞിട്ട്, ദൈവത്തെയും തള്ളിപ്പറഞ്ഞിട്ട് ചാകാൻ ഉപദേശിച്ചു. അത്രയൊക്കെ കേട്ടിട്ടും ഇയ്യോബ് ദൈവസനിൽ പിടിച്ചു. എന്നിട്ട് ഇപ്പോൾ കരഞ്ഞു. ആ ഇയ്യോബിന്റെ മുഖത്തെ 42-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം നോക്ക്. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇന്ന് നീ കരയുന്ന വ്യക്തിയായിരിക്കാം, വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം, പല കുറ്റപ്പെടുത്തലുകളുടെ നടുവിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി വേളയിൽ ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ ഓർപ്പിക്കട്ടെ, നിന്റെ മുഖത്തെ ആദരിക്കുന്നവൻ ഇവിടെ വന്നിട്ടുണ്ട്. കരഞ്ഞ മുഖത്തോടു കൂടെ ആയിരിക്കാം, വേദനിക്കുന്ന അവസ്ഥയിലായിരിക്കാം, ഈ മുഖത്തെ ആദരിക്കുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ മുഖം സന്തോഷിക്കുന്ന മുഖം, അല്ലെ? ആ മുഖത്ത് നോക്കിയാൽ നമുക്കെല്ലാം, തിരുവചനം നമ്മളെ പറയുന്നു, ഒടുവിൽ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചിടട്ടെ. ഈ കണ്ണുനീരും ദുഃഖമൊക്കെ ഇവിടെയുണ്ട്. ഈ കണ്ണുനീർ മാറി സന്തോഷത്തിന്റെ നാളുകൾ കർത്താവ് നമുക്ക് ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഇന്ന് ഈ ദൈവവചനം നിങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം ഈ തിരുവചനത്തിലൂടെ നിങ്ങൾക്ക് കേൾക്കുവാൻ കഴിഞ്ഞു. എന്റെ വാത്സല്യ പ്രിയപ്പെട്ടവരെ, ഈ ദൈവവചനത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ മുഖം പ്രൈസ് ദി ലോർഡ് പ്രകാശിക്കുന്ന മുഖമായി, ചിലപ്പോൾ കരയുന്ന മുഖമായിരിക്കാം, ആദരിക്കും. വാടാത്ത മുഖമായിരിക്കട്ടെ, അഴകും പുഷ്ടിയുമുള്ള മുഖമായിരിക്കട്ടെ, ഇതിനൊക്കെ ആധാരമായിരിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ കൃപയാണ്. ഇവിടെ നമ്മളെ ആദരിക്കുവാൻ ആരും കാണുകയില്ല, ഇവിടെ നമ്മളെ ബഹുമാനിക്കുവാൻ ആരും കാണുകയില്ല. ഇന്ന് പ്രിയപ്പെട്ട സിസ്റ്റർ, പ്രിയപ്പെട്ടവരെ, ഒക്കെ ഈ നിങ്ങളൊക്കെ ഇത് ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഇതിനൊന്നും പ്രതിഫലം ചിലപ്പോൾ ഇവിടെ ലഭിച്ചില്ല എങ്കിലും ലഭിക്കുന്ന ഒരു സ്ഥലമുണ്ട്, കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞ് ഞാൻ ഇവിടെ ക്ലോസ് ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞൊരു ദൈവദാസനെ നിങ്ങൾ കേട്ടു. ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കയിൽ പോയി, ആഫ്രിക്കയിൽ പോയി നരഭോജികളായിരിക്കുന്ന ആളുകളിടയിൽ ഇന്നേക്ക് ഏതാണ്ട് 200 വർഷത്തിന് മുമ്പാണ്, 150-200 വർഷത്തോളമാകും, സുവിശേഷം പ്രചരിപ്പിച്ച് അനേക ആളുകളെ കർത്താവിലേക്ക് നയിച്ചതായ മനുഷ്യൻ.
ഇന്നത്തെ പോലെ ഫ്ലൈറ്റ് സംവിധാനങ്ങൾ ഇല്ലാതിരുന്നതായ ആ കാലഘട്ടം. തൻ്റെ സ്ഥലത്തേക്ക് താൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു വരിക. കപ്പലിലാണ് യാത്ര. അതേ കപ്പലിൽ ഇംഗ്ലണ്ടിൽ അന്നത്തെ ഒരു മന്ത്രി കൂടെ, സ്പോർട്സ് യുവജനകാര്യ മന്ത്രി കൂടെ യാത്രയുണ്ട്. അങ്ങനെ ഒരുമിച്ച് ഞാൻ വരികയാണ്. വരുമ്പോൾ ഇദ്ദേഹം നേരത്തെ അറിയിച്ചു, ഞാൻ ഇന്ന സമയത്തൊക്കെ വരുന്നുണ്ട്, അയച്ച സംഘടനക്കാരെങ്കിലും സ്വീകരിക്കാൻ വരുമെന്നൊക്കെ വിചാരിച്ച അദ്ദേഹം ഇംഗ്ലണ്ടിന്റെ തുറമുഖത്തേക്ക് കപ്പൽ എടുക്കുമ്പോൾ അദ്ദേഹം നോക്കി കുറെ ആളുകളെ കണ്ടു. ചിലരുടെ കയ്യിൽ പൂമാലകളുണ്ട്, ബൊക്കെയുണ്ട്. അദ്ദേഹത്തിന് വളരെ സന്തോഷം. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആഫ്രിക്കയിൽ ഈ നരഭോജികളുടെ ഇടയിൽ പോയി വിശേഷമൊക്കെ അറിയിച്ചു വന്നപ്പോൾ എന്നെ പ്രശംസയ്ക്ക് സ്വീകരിച്ചു കൊണ്ടുപോകാൻ വന്ന് നിൽക്കുന്ന ആളുകൾ. പക്ഷേ കപ്പൽ അവിടെ ലാൻഡ് ചെയ്തു, അവിടെ ഇത് ചെയ്തു, ഇവര് തുറമുഖത്തേക്ക് ഇറങ്ങി. അപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച, തന്നോടൊപ്പം യാത്ര ചെയ്തതായ മന്ത്രിയെ സ്വീകരിച്ചുകൊണ്ട് ആളുകൾ പോവുകയാണ്. ആ മാല അദ്ദേഹത്തിനിട്ട് അദ്ദേഹത്തെ ആരാർപ്പണം ചെയ്തുകൊണ്ട് പോകുന്ന കാഴ്ച. ഇപ്പോൾ തൻ്റെ അടുത്ത് ആരുമില്ല. ഡേവിഡ് ലിവിങ്സ്റ്റൺ വല്ലാത്തൊരു നിരാശ തോന്നി. കർത്താവ്, ഇത്രത്തോളം ഞാൻ പോയി കഷ്ടപ്പെട്ട് പ്രവർത്തിച്ചിട്ട് വന്നിട്ട് എന്നെ സ്വീകരിപ്പാൻ എൻ്റെ സംഘടനക്കാർ പോലും ഇവിടെ വന്നില്ലല്ലോ, ആരുമില്ല. അപ്പോൾ അദ്ദേഹം ഒരു ശബ്ദം കേട്ടു. ഡേവിഡ് ലിവിങ്സ്റ്റൺ, നീ ഇംഗ്ലണ്ടിലെ മന്ത്രി അവന്റെ രാജ്യത്ത് വന്നപ്പോൾ അവനെ സ്വീകരിപ്പാൻ ഇവിടെ ആളുണ്ടായി. എന്നാൽ നീ നിന്റെ നാട്ടിൽ ഇതുവരെയും വന്നിട്ടില്ല. നീ വരുമ്പോൾ നിന്നെ സ്വീകരിപ്പാൻ ഞാനുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അദ്ദേഹത്തിന്റെ ഭാഗ്യം നിങ്ങൾക്കറിയാമോ? അദ്ദേഹത്തിന്റെ ഹൃദയം, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം ആഫ്രിക്കയിലാണ് അടക്കം ചെയ്തിരിക്കുന്നത്. ബോഡി ഇംഗ്ലണ്ടിൽ കൊണ്ടു, നമ്മുടെ കൽക്കട്ട വഴിയാണ് കൊണ്ടുവന്ന ചരിത്രം പറയുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നതിനൊന്നും പ്രതിഫലം കണ്ട് ആദരിക്കാൻ ആരും കാണില്ല. എന്നാൽ നമ്മളെ ആദരിക്കുന്ന ദിവസമുണ്ട്. നല്ലവനും വിശ്വസ്തനുമായ ദാസനേ എന്ന് പറഞ്ഞ് നമ്മളെ ആദരിക്കും. ഭക്തനായിരിക്കുന്ന എബി ചെറിയൻ സാർ ഇങ്ങനെ പാടി: ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും, അങ്ങേ കരയിൽ നിന്നും നാം നേടിയതെന്തെന്നറിയും, ലോകം വെറുത്തോർ വില നാം അന്നാളറിയും, ലോകം വെറുത്തോർ വില നാം അന്നാളറിയും, വരുവിൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ, വരുവി യേശുവിനരികിൽ എത്ര നല്ലവൻ താൻ രുചിച്ചറിവിൻ. നിങ്ങളുടെ നടുവിലായിരിക്കാനും നിങ്ങളോടൊപ്പം ആയിരിക്കാനും ഇത്രത്തോളം സമയങ്ങൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുവാനും ദൈവം സഹായിച്ചുവല്ലോ. ഈ ഗോഡ് ഈസ് ലവ് എന്ന ഇന്റർനാഷണൽ ഈ പ്രോഗ്രാം മിനിസ്ട്രീസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കും. നിങ്ങളും എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണം. കർത്താവ് വരുവാൻ താമസിച്ചാൽ പിന്നെയും നമുക്ക് ഇതുപോലൊക്കെ കാണാം. അതുവരെയും പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനി അതിനോടൊപ്പം കർത്താവ് വരികയാണെങ്കിൽ നമുക്ക് അവിടെ വെച്ച് നേരിട്ട് കാണാം. എവിടെ? പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം. സമയം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദി, പ്രത്യേകിച്ച് സിസ്റ്ററോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.